പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വർണ്ണച്ചിറകുകൾ ഈ കഥ കേൾക്കൂ. കാടാച്ചിറ വനത്തിൻ്റെ അരികിൽ ഒരു ചെറു പുഴു ജീവിച്ചിരുന്നു. കാണാൻ തീരെ ഭംഗിയില്ലാത്ത ഒരു പുഴു. ആരും അതിനെ ഇഷ്ടപ്പെട്ടില്ല. പാവം പുഴു അത് സാവധാനം ഇഴഞ്ഞ് മുന്നോട്ട് ചെന്നു. മറ്റു പ്രാണികൾ പറഞ്ഞു, ഛേ, ഇവിടേക്ക് വരല്ലേ, പോ പോ പോ, ദൂരെ പോ. അങ്ങനെ പ്രതികരിച്ചു. പാവം പുഴു അത് തൻ്റെ സങ്കടം ആരോടും പറയാതെ ഉള്ളിലടക്കി. പുഴു ഒരിക്കലും മറ്റാരെയും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ രൂപം കണ്ടാൽ എല്ലാവരും പേടിക്കും, ചിലർ വെറുക്കും. ഞാൻ ഇത്ര മോശമാണോ എന്ന് പുഴു രാത്രിയിൽ ആകാശം നോക്കി ചോദിക്കും. കാറ്റ് അതിനെ സാന്ത്വനിപ്പിക്കും. വിഷമിക്കണ്ട, നിനക്കൊരത്ഭുതം കാത്തിരിക്കുന്നു. ഒരു ദിവസം പുഴുവിന് തൻ്റെ ശരീരത്തിൽ എന്തോ മാറ്റം വരുന്നതായി തോന്നി. ദേഹത്ത് എന്തൊക്കെയോ പറ്റിപ്പിടിക്കുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പേടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ പുഴു ഉറക്കത്തിലേക്ക് വഴുതി. പുഴുവിൻ്റെ ദേഹം മുഴുവനും പഞ്ഞിക്കെട്ട് പോലെ വന്നു മൂടി. പുഴു അതിനകത്ത് ബോധം കെട്ടുറങ്ങി. ചുറ്റുമുള്ള പ്രാണികൾ അത് കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്നായി, ആ ശല്യം ഒഴിവായല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ കൊക്കൂണിൽ ചെറിയൊരു അനക്കം. കൊക്കൂൺ സാവധാനം പൊട്ടിപ്പിളർന്ന് പുഴു പുറത്തെത്തി. പുഴുവല്ല, മനോഹരിയായ ഒരു പൂമ്പാറ്റ. ദേഹം മുഴുവനും ചിത്രപ്പണികളുള്ള ചിറകോടുകൂടിയ അതിമനോഹരമായ ചിത്രശലഭം. അവളുടെ ചിറകുകളിൽ നീല, മഞ്ഞ, ചുവപ്പ് മുതലായ വ്യത്യസ്ത നിറങ്ങൾ. കാറ്റുമുതൽ പുഷ്പങ്ങളും പ്രാണികളും വരെ അത്ഭുതപ്പെട്ടു പോയി. പുഴുവിനെ കളിയാക്കിയ പ്രാണികളും കീടങ്ങളും പറഞ്ഞു, അയ്യോ, എന്തൊരു ഭംഗി! ഇത്ര സുന്ദരിയായ ഒരു ജീവിയോ! നമ്മുടെ വനത്തിലെ ഏറ്റവും ഭംഗിയുള്ള പൂമ്പാറ്റ. പൂമ്പാറ്റ അത് കേട്ട് ചെറുതായി ചിരിച്ചു. എൻ്റെ രൂപം മാറിയാലും ഞാൻ തന്നെയാണ്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എന്നെ വെറുത്തിരുന്നു. അന്ന് ഞാൻ ദുഃഖിച്ചിരുന്നു. പക്ഷേ ഇന്നെനിക്ക് കൂടുതൽ സന്തോഷമോ അഹങ്കാരമോ തോന്നുന്നില്ല. കീടങ്ങൾ ലജ്ജിച്ചു. ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, ക്ഷമിക്കണം, അവർ പറഞ്ഞു. പൂമ്പാറ്റ അവരുടെ അടുത്തേക്ക് പറന്നു ചെന്നു. എല്ലാവർക്കും എന്നെങ്കിലും ഒരു മാറ്റമുണ്ടാകും. ആരെയും അവരുടെ രൂപം മാത്രം കണ്ട് വിധിക്കണ്ട. ഓരോരുത്തരിലും ഓരോ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് പൂമ്പാറ്റ പറന്നകന്നു. മറ്റുള്ളവർക്ക് അതൊരു തിരിച്ചറിവായി. അവർ പരസ്പരം പറഞ്ഞു, രൂപം നോക്കി ആരെയും വെറുക്കരുത്.